ഹലോ 30 ഡേ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ ഡേ 30 ആണെന്ന് ഇന്ന് ലാസ്റ്റ് ഡേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വെയിറ്റ് 71.35 ആണ്. അപ്പോൾ ഈ 30 ഡേ വെയിറ്റ് ലോസ് ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ എൻ്റെ വെയിറ്റ് 75.30 ആയിരുന്നു. നല്ലൊരു ചേഞ്ച് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു 3.5 കിലോയോളം കുറഞ്ഞിട്ടുണ്ട്, 3,600. അപ്പോൾ ഞാൻ ഇത്രയും ചേഞ്ച് ഉണ്ടാവും വിചാരിച്ചില്ല. ആക്ച്വലി ഒരു 70 ആക്കണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ടാർഗറ്റ്, പക്ഷേ അത് നടന്നിട്ടില്ല. എന്നാലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റി. വർക്കൗട്ടാണെങ്കിലും ഡയറ്റാണെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റി. എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തടിക്കുന്ന ശരീരമാണ്, അതിനനുസരിച്ച് കുറയൂല. അപ്പോൾ പച്ചവെള്ളം കുടിച്ചാലും തടിക്കുന്ന പറഞ്ഞ പോലെ അവസ്ഥയാണ്. 89 ഞാൻ ഈ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. 89 നിന്നാണ് ഞാനിപ്പോൾ 71 അപ്പോൾ ആ 89 നിന്ന് 75 വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡയറ്റ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു മന്താണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു 3.5 കിലോ കുറഞ്ഞത്. 2-3 ഡേ ഒക്കെ ഞാൻ ഡയറ്റ് വർക്കൗട്ട് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വെയിറ്റ് ഒരു 72 വീണ്ടും ഒരു 73-74 ആവാനൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഡയറ്റും വർക്കൗട്ടും നിർത്താതെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നത്. പിന്നെ വർക്കൗട്ട് ഞാൻ 1 മണിക്കൂറിൻ്റെ മേലായിട്ട് ഇപ്പോൾ ചെയ്യും. ആദ്യമൊക്കെ ഞാനൊരു 15 മിനിറ്റ് 30 മിനിറ്റ് ആയിട്ടായിരുന്നു തുടങ്ങിയത്. പിന്നെ ഒരു മണിക്കൂറൊക്കെ ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ 30 ഡേയ്സ് ചാലഞ്ച് കഴിഞ്ഞു. പക്ഷെ ഞാൻ എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യണില്ല, കണ്ടിന്യൂ ചെയ്ത് പോവാണ്. കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ എൻ്റെ വെയിറ്റ് താനെ 75 തന്നെ പോവും. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 60 ഡേയ്സ് ചാലഞ്ച് പോലെ ഞാൻ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അവിടെ എത്ര കുറയുമെന്ന് നോക്കാമല്ലോ. ഒരു 67 ഇപ്പോൾ എൻ്റെ ടാർഗറ്റ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 71 ആയി. അപ്പോൾ ഒരു 67 നെക്സ്റ്റ് ഒരു 30 ഡേയ്സും കൂടെ കഴിയുമ്പോൾ ഒരു 67 എത്തണം എന്നാണ് ആഗ്രഹം. ഞാൻ ഒരിക്കലും വെയിറ്റ് കുറയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. താഴെ നിങ്ങളുടെ വെയിറ്റ് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഡെയിലി വീഡിയോസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾ ഇന്ന് എന്ത് ഫുഡാണ് കഴിച്ചത് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഡയറ്റ് ചാർട്ട് പോലെ ചെയ്യാം. പിന്നെ അതേപോലെ എന്തൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ കൂടെ കൂടാൻ മറക്കണ്ട. താങ്ക്